ഇവിടെ ആള് കാണില്ലല്ലോ. അച്ഛനെ മോളെയും പറ്റി എനിക്കില്ലാത്ത സങ്കടം മറ്റാർക്കും ആവശ്യമില്ല. ഓ, നിന്നെ ഓർത്ത് അച്ഛനും അമ്മയും കരയുവാടി. അച്ഛനൊരു അസുഖക്കാരനാന്ന് ഓർക്കാതെയാ നീ പലതിനും കൂട്ടു നിൽക്കുന്നത്. ഞാൻ കൂട്ടുനിന്നില്ലെങ്കിലും അച്ഛന്റെ അമ്മയുടെ വിഷമം മാറില്ല. പിന്നെ ഞാനും ആദർശേട്ടനൊക്കെ ഇങ്ങനെ ജീവിക്കുന്നെങ്കിൽ അത് മറ്റു പലരുടെയും സന്തോഷം മുന്നിൽ കണ്ടിട്ടാ. അതാരും മറക്കണ്ട. ആദർശേട്ടാ, നമുക്ക് പോവാം. വാ മോളെ. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. നിന്റെ അനിയത്തിക്ക് ഇനി അയാളെ വിട്ടൊരു ജീവിതം ഇല്ല. ആഹാ, കൃത്യസമയത്താണല്ലോ രണ്ടാളും കൂടി എത്തിയത്. എന്റെ പത്മനാഭ, വാടകണ്ണ. ഒന്നും പറയണ്ട എന്റെ നവ്യേ. ദേ, ആ കൊച്ചിനെയും കൊണ്ട് അവര് പോയപ്പോ ഇവിടെ ഒരുത്തി പറയാ, ഇവന്റെ അമ്മായി ചന്തുമോളില്ലെങ്കിൽ വീട് ഉറങ്ങിപ്പോവൂന്ന്. ദേ, ഇവിടെ വേറൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അത് പൊടിക്കുഞ്ഞല്ലേന്നാ പറഞ്ഞത്. അച്ഛനെ മോളെ എന്തെങ്കിലും പറയുമ്പോ ചൂടായിക്കൊണ്ട് വരുന്നതേ ദേ ഇവിടെ അനിയത്തിയാ. അവൾ എന്ത് ജന്മമാണെന്നാ നവ്യ ഞാൻ ആലോചിക്കുന്നത്. അവളൊന്ന് ഇടഞ്ഞു നിക്കട്ടെ. വേണമെങ്കിൽ പിരിഞ്ഞ് അവളുടെ വീട്ടിലെ 2 ദിവസം പോയി നിക്കട്ടെ. എങ്കിലേ ആദർശം അവന്റെ അമ്മയും അവളുടെ വഴിക്ക് വരും. പിന്നെ ഈ ചന്തുമോളെ അതിന്റെ അമ്മയുടെ അടുത്തുകൊണ്ട് നിർത്തിയിട്ട് നിന്റെ അനിയത്തെ അമ്മയും മോനും കൂടി പോയി വിളിച്ചോണ്ട് വരും. അങ്ങനെ ഒന്നും പ്രതിഷേധം കാണിക്കാതെ അവൾ ചന്തുമോളുടെ പിന്നാലെ നടക്കുക. അതിന്റെ അമ്മ ചമഞ്ഞ്. അയ്യോ, ഇന്നലെ എന്തുവായിരുന്നു ഇവിടുത്തെ ആഘോഷം. അതൊക്കെ ഞാൻ കണ്ടല്ലോ അമ്മേ. ഞാൻ മാത്രമല്ല, എന്റെ അച്ഛനും അമ്മയൊക്കെ കണ്ടു. ഗോവിന്ദനും കനകയ്ക്കും ഒന്നും ഇതൊരു വിഷയമല്ലേ? അവരൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലിപ്പോ. സത്യം പറഞ്ഞാ അവരെ കാണുമ്പോ സങ്കടം വരും. ആ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തെറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുള്ളപ്പോ ഇവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് കരഞ്ഞോണ്ട് മാറി നിൽക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ നിന്നോട് ഞാനൊരു കാര്യം പറയാന്നവേ. നിന്റെ മോനിപ്പോ ഈ വീട്ടിൽ